മനോജ് കെ ജയന് ഡെയിലി രാവിലെ അവിടെ പഠിപ്പിക്കുന്ന കാണാം. ഈ കണ്ണ് മേപ്പോട്ടേക്കൊക്കെ നടക്കണം. ആ നടത്തത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അത് സാർ എന്നും പഠിപ്പിക്കുന്ന കാണാം. ഇങ്ങനെ നടക്കൂ, അങ്ങനെ നടക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ. അപ്പോൾ മനോജിനും പേടിയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ, ഈശ്വര ഇത് എന്നത്തെ ദിവസം നന്നായി കഴിയണേ, നന്നായി അഭിനയിച്ച് തീർക്കാൻ പറ്റണേ എന്നുള്ളൊരു ടെൻഷനാണ്. പറഞ്ഞ പോലെ പുള്ളിയും പുതിയ ആളാണ്. എനിക്കാണെങ്കിൽ രാവിലെ ഈ ഡയലോഗൊക്കെ പിടിച്ചുകൊണ്ട് ഞാനും പേടിച്ചിരിക്കുകയാണ് ഇത് കഴിയുന്നവരെ. ഇന്ന് വൈകുന്നേരം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തീർന്നു പോകണേ, ഇതൊക്കെ നന്നായി പറയാൻ പറ്റണേ എന്ന് രാവിലെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കൊക്കെ. അതുകൊണ്ട് വിനീതാണ് കുറച്ച് സീനിയർ ഞങ്ങളെക്കാളും. അതുകൊണ്ട് വിനീത് ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരും. എന്നിട്ട് ഞാനും വിനീതും കൂടെ കട്ടിലിരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ വിനീത് പറയും, ഞാൻ ഓരോ ഷോട്ട് കഴിഞ്ഞാലും ചോദിക്കും, വിനീത് ശരിയായോ, ഞാൻ ചെയ്തത് ശരിയായോ എന്നൊക്കെ. ശരിയാവും, പിന്നാലെ വീണയൊക്കെ വരുമല്ലോ, മ്യൂസിക്കൊക്കെ വരുമ്പോൾ നന്നായി വരും, ഇത് സിനിമയിൽ വരുമ്പോൾ നന്നായിരിക്കും. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓ പിന്നാലെ പാട്ട് വരുമല്ലേ, നമ്മൾ അഭിനയിച്ചതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അപ്പോഴാണല്ലേ ഇത് ഭംഗിയായിട്ട് വരിക എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. വിനീതാണ് എന്നെ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തരുന്ന ആൾ. എൻ്റെ ഗുരുവാണ് വിനീത്. കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും കൂടെ ഇരുന്ന്. ആദ്യമായിട്ട് നടിയിൽ നിന്നുള്ള റെക്കഗ്നേഷൻ കിട്ടുന്നത് ഒരു ട്രെയിൻ യാത്രയിലാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നു യാത്ര ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും, വളരെ സ്കൂൾ 10ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരൊക്കെ. ഞാൻ ട്രെയിനിൻ്റെ അകത്തുനിന്ന് കൈ ഇങ്ങനെ ഇട്ട് താഴത്തേക്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. മറ്റേ ജനലിൽ കൂടെ കൈ താഴെയിട്ടിരിക്കാം. കുറേ പേര് വന്നിട്ട് അടുത്ത് വന്ന് പരിചയപ്പെടാൻ വന്നു. ഊർമിള ഉണ്ണിയല്ലേ, സർഗം എന്ന് പറഞ്ഞ സിനിമ കണ്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഇങ്ങനെ ചുരിദാറിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ ഓരോരോ വർത്തമാനങ്ങൾ ചോദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി എന്നോട് പെരുമാറുകയും ചെയ്ത് ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുക. അതൊക്കെ എനിക്ക് വലിയ കാര്യമായിരുന്നു. സർഗം എന്ന് പറഞ്ഞ സിനിമ കുറേ താമസിച്ചാണ് ഷൂട്ട് ചെയ്ത് തീർക്കുന്നത്. പറഞ്ഞ പോലെ 60 ദിവസം ഷൂട്ടിങ് മാത്രം. അതിനുശേഷം ഒരുപാട് ദിവസം, ഏതാണ്ട് ജനുവരിയിലൊക്കെയാണ് ഇത് ഷൂട്ടിങ് നടക്കുന്നത്. ഒരു ഏപ്രിൽ വിഷുവിൻ്റെ ദിവസമാണ് സർഗം റിലീസാവുന്നത്, ഏപ്രിൽ 14. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ സിനിമ കാണാൻ പോകാനുള്ള ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ സ്ക്രീനിൽ ഞാൻ കാണാൻ പോവല്ലേ. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പേ ഈ പാട്ട് TV-യിൽ വന്ന് തുടങ്ങി. അപ്പോൾ വളരെ അവിചാരിതമായിട്ട് ഞാൻ വീട്ടിൽ രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഓടി വന്ന് പറഞ്ഞു, നോക്കൂ TV-യിൽ ഊർമിള കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കൂടി ഓടി വന്ന് TV നോക്കിയപ്പോൾ കൃഷ്ണകൃപാസാഗരം എന്നുള്ള പാട്ട് കാണിക്കുക. ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അയ്യോ എന്ന് ഞാനങ്ങ് കരഞ്ഞ് കണ്ണ് നിറഞ്ഞൊക്കെ ഇരിക്കുകയാണ്, വളരെ ത്രിൽഡായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ തിയേറ്ററിലുള്ള, അപ്പോൾ ഇതൊന്ന് വലുതായി കാണാമല്ലോ എന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോകുന്നു. തിയേറ്ററിലിരുന്ന് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കണ്ടിട്ടാണോ സിനിമ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഉള്ളിലൊരു ഭയങ്കര എന്താ ആ ഒരു ഫീലിംഗ് എന്ന് എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്. ഒരു നടിക്കോ നടനോ അത് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുമ്പോഴത്തെ അവസ്ഥ, അതും ആദ്യമായിട്ട് ഉള്ള നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ നമ്മളെ 4 ഇരട്ടി വലിപ്പത്തിലാണ് സ്ക്രീനിൽ കാണുന്നത്. എൻ്റെ ഈ മുഖത്തിൻ്റെ 4 ഇരട്ടി വലിപ്പമുണ്ട് സ്ക്രീനിന്. അത്ര വലുതായിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഇമ വെട്ടാൻ പോലും സമയമില്ല, കണ്ണടച്ചു പോയ എന്തെങ്കിലും മിസ് ചെയ്ത് പോയാലോ, അങ്ങനെയാണ് ഞാൻ ആ സിനിമയിരുന്ന് കാണുന്നത്. സിനിമ അവസാനം വരെയും കണ്ണ് നിറഞ്ഞ് തുടച്ച് കണ്ടു തീർത്തു. അവസാനപ്പോഴത്തേക്ക് പൊട്ടിക്കരച്ചിലായി. കാരണം ഞാൻ മരിക്കല്ലേ, ഞാൻ മരിച്ചത് കണ്ടിട്ട് ഞാൻ ഭയങ്കര കരഞ്ഞ് അപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് അടുത്തിരുന്ന് എന്നെ തട്ടി സമാധാനിപ്പിച്ചിട്ട്, മതി കരഞ്ഞത്, ആൾക്കാരൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത്രയും ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷമായ എനിക്ക് തോന്നുന്നു ഇത്രയും സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ച ഒരു സമയമുണ്ടെന്ന് തോന്നുന്നില്ല.